ഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മുടെ കർത്താവിനെ നാം സത്യത്തിലും ആത്മാവിലും ചേർന്ന് ആരാധിക്കുകയാണ്. നാം ആരാധിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ, ദൈവസന്നിധിയിൽ ഭയത്തോടെ, ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ അല്പസമയം നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇനിയുള്ള ചില നിമിഷങ്ങൾ നാമും കർത്താവുമായി ചിലവഴിക്കുന്ന ചില സമയങ്ങളാണ്. അതിനകത്ത് മറ്റൊന്നിനും മറ്റൊരു വിഷയങ്ങൾക്കും അതിനകത്ത് സ്ഥാനമില്ല. പൂർണ്ണമായി നമ്മുടെ കരങ്ങളെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവനാമത്തിന് മഹത്വം നൽകി ദൈവശബ്ദം കേൾക്കുവാനുള്ള കൊതിയോടെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവേ, ഇന്ന് പകൽ ദൈവമേ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. അങ്ങയുടെ വാക്കുകൾ അത് ഞങ്ങൾക്ക് ആശ്വാസമാണ്. കനൽ പോലെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ മഞ്ഞുതുള്ളി പോലെ ഞങ്ങളെ തണുപ്പിക്കുന്ന ആ മാധുര്യമായ മൊഴികൾ കേൾപ്പാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരികയാണ്. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവേ, അങ്ങേ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവേ. ആശങ്കകൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, നാളെയെക്കുറിച്ചുള്ള വ്യാകുലതകളോ ആകുലതകളോ ലവലേശമില്ലാതെ ഞങ്ങളുടെ കർത്താവിൽ ആശ്രയിച്ചു അങ്ങ് ഞങ്ങളെ നടത്തുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. ജീസസ്, ഓ യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് നാം മുൻപോട്ട് പോകുവാൻ തയ്യാറെങ്കിൽ നമ്മെ നടത്തുവാൻ അവൻ ശക്തനാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരത്ഭുതം താൻ കാണുമ്പോൾ അതിനു മുമ്പ് താൻ പറയുന്നൊരു വാക്കുണ്ട്. നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ ഒരൊറ്റ വാക്കാണ്, ആ മനോഭാവമാണ് പത്രോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോഴും, അസാധ്യതകളുടെ ഒരു വൻമല നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴും, ഇന്ന് പകൽ യേശുവേ അങ്ങയുടെ വാക്ക് എന്താണോ അത് ഞങ്ങൾ അനുസരിക്കാം, അത് ഞങ്ങൾ കേൾക്കാം, അതിനനുസരിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകാമെന്ന് പറയാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വൻ വഴികളെ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും. വിശ്വസിച്ചുകൊണ്ട് ആ നല്ല കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. അവനിലുള്ള ആശ്രയം വർദ്ധിക്കട്ടെ, അവനിലുള്ള വിശ്വാസം ഇന്ന് പകൽ വീണ്ടും വർദ്ധിക്കട്ടെ. നന്ദിയോടെ കർത്താവിനെ പാടി സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തൻ്റെ ഇമ്പമുള്ള ശബ്ദം ഇന്ന് പകൽ നാം കേൾക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. Oh
മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എത്ര പേർ അത് വീണ്ടും പറയൂ? മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക്. ഇന്ന് പകൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന തൻ്റെ വാക്കുകൾ കേൾക്കുവാൻ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. വേറൊന്നും വേണ്ട യേശുവേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക്. ആ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവരൊന്ന് പാടിക്കേ. ഓ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക്. ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നത് പോലെ ഇന്ന് പകൽ അത് കേൾക്കുമ്പോൾ ദൈവ ശബ്ദത്തെ മറ്റെന്തിനേക്കാൾ വിലയുള്ളതായി കാണുന്നവർ, ഇന്ന് പകൽ ആ ശബ്ദം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ആ വാക്കിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, മറ്റൊന്നും നോക്കാതെ ഇന്ന് പകൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആ ചെവികളെ ഒന്ന് തുറന്ന്, ഹൃദയമൊന്ന് തുറന്ന് ഇന്ന് പകൽ ഒന്ന് പാടുമോ? ഓ ജീസസ്, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആ തിരുമുഖം കാണുന്നവർ ഓ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആ സന്നിധിയിലേക്ക് ഓടി വന്ന് സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ
സന്തോഷമുണ്ടോ? ഇന്നിങ്ങനെ ഒന്ന് പാടാ. സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സേറും തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ഒരിക്കൽ കൂടി മാധുര്യമാം മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. ഓ മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യനേ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ഓ ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. അവന്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഇന്ന് പകൽ നാം വന്നിരിക്കുമ്പോൾ വിശ്വസിക്കുക, അവന് നമ്മോട് പറയാനുള്ളത് ഇന്ന് പകൽ നാം കേൾക്കുക. അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, യാക്കോബിന് അപ്പന്റെ അനുഗ്രഹം കിട്ടാൻ അപ്പന്റെ ഇഷ്ടം പറഞ്ഞു കൊടുക്കുന്ന റിബേക്കയെ നാം കാണുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, വളരെ വേഗത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിന് മറ്റു കുറുക്കു വഴികളൊന്നുമില്ല. ഇന്ന് പകൽ അപ്പന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളിലേക്ക് നാം കടന്നു പോകുന്നത് നാം അപ്പന്റെ ഇഷ്ടം അറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കിക്കേ, മകൻ മടങ്ങി വരുവാൻ കാത്തിരിക്കുന്ന ഒരപ്പൻ, നാളുകളായി മകൻ പോയ അന്നു മുതൽ അവൻ മടങ്ങി വരുവാൻ അപ്പൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ മകൻ അത് തിരിച്ചറിയാൻ എടുത്ത നാളുകളാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ദിവസങ്ങൾ. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയുക, നിന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇപ്പോഴും അപ്പൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ടെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുമ്പോൾ സന്തോഷത്തോടെ നിന്റെ അവസ്ഥകളെ, ആമേൻ ഹല്ലേലൂയ, അവസ്ഥകളെക്കുറിച്ച് ഭാരപ്പെടാതെ, അതിനെ ഓർത്ത് ജീവിതം തകർത്ത് കളയാതെ ഇന്ന് പകൽ അപ്പൻ്റെ ഹൃദയത്തിലേക്ക്, അപ്പൻ്റെ ഭവനത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാകും? ജീസസ് ഇന്നും നിന്റെ തകർന്ന ജീവിതത്തെ വീണ്ടും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ മനോഹരമാക്കി തീർക്കുവാൻ ആ കർത്താവിന് കഴിയും. വിശ്വസിച്ച് അവൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ
ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ചേർന്നൊന്ന് പാടാം. കർത്താവേ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ പകരുകയാണ്. അങ്ങയ്ക്കിഷ്ടമുള്ളതുപോലെ എന്നെ ഒന്ന് പണിയണമേ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ എന്നെ മാനപാത്രമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഹിതത്തിന് ഇന്ന് പകൽ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. കഴിയുമെങ്കിൽ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച്, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ഒന്ന് പറയുമോ? മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ലോകസ്ഥാപനത്തിന് മുൻപേ നിന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ഇന്നും അത് തീർന്നു പോയിട്ടില്ല. അതനുസരിച്ച് നമ്മെ വീണ്ടും പണിയുവാൻ അവൻ ഇഷ്ടമുണ്ട്. അവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പാടുമോ? ഹല്ലേലൂയ. വേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ എന്നെ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ എല്ലാ കാലത്തും അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേറെ അഭിഷേകം ചെയ്യും. എത്ര പേർ ഇന്ന് പകലത് ചോദിക്കും? അങ്ങയുടെ ആത്മാവിനാലേറെ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകത്തെ നൽകി. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കുടിപ്പാൻ തന്നാൽ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ,
അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ. ഒന്ന് പാടാമോ ഇന്ന് പകൽ? എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ഓ ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ആനന്ദവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം ഓ ആമേൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം. ഒരിക്കൽ കൂടി എന്റെ ഹിതം പോലെ, എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ഓ ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ജീവിത പാതയിൽ ഓ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നല്ലലകിലവും തീർത്തിടുവാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. ഓ എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്നല്ലലകിലവും പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ള തൻ കുഞ്ഞിനെ മറന്നിടിലും കാന്ത് മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ള തൻ കുഞ്ഞിനെ മറന്നിടിലും കാന്ത് മാറ്റം ഭവിക്കാത്തവൻ. ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. പ്രത്യാശയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ. പ്രത്യാശയോടെ പാടാം ദൈവജനമേ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ. കാണും നാം അന്നാളിൽ. ഓ യേശു മണവാളൻ, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ
മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശു. ദൈവജനമേ, നമുക്കൊരുങ്ങാം. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രത്യാശയോടെ. ഓ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം. ഓ അവൻ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ജീസസ്, എത്ര വലിയ പ്രത്യാശയാണ് നമ്മുടെ ഉള്ളത്തിൽ ഇന്ന് പകൽ നിറയുന്നത്. നമ്മുടെ ചുറ്റും ഈ പ്രതിസന്ധികളെല്ലാം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു, നമുക്ക് പോകുവാനുള്ള സമയമായി. ഈ ഭൂമിയെ വിട്ട്, ഈ മൺകൂടാരത്തെ വിട്ട് പ്രാക്കളെ പോലെ പറന്നുയരാൻ നമുക്ക് സമയമായി. ആ വലിയ പ്രത്യാശ ഉള്ളത്തിലുള്ള ദൈവജനം, ഇന്ന് പകൽ അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതെ അങ്ങയുടെ വരവിൽ ഞങ്ങളെ ചേർക്കണമേ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ജീസസ്, Holy God, we praise you. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഞാൻ കാണും പ്രാണനാഥനെ, ശോഭയേറും വിൺപൂരിയിൽ. ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. അപ്രത്യാശയോടെ ഒന്ന് പാടുമോ? ഞാൻ കാണും എൻ പ്രാണനാഥനെ, ശോഭയേറും വിൺപൂരിയിൽ. ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല.
ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ, നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും എൻ പ്രാണനാഥനെ, ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ആ കൊതിയോടെ ഒന്ന് പാടുമോ? ഞാൻ കാണും, ഞാൻ കാണും എൻ പ്രാണനാഥനെ, ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗത്തീരെ എത്തിടുവാൻ, പരദേശിയാണിഹേ ഭൂവതിൽ നാം, നാഥൻ വേഗം വന്നിടുമേ. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗത്തീരെ എത്തിടുവാൻ, പരദേശിയാണിഹേ ഭൂവതിൽ നാം, നാഥൻ വേഗം വന്നിടുമേ. പ്രത്യാശയോടെ ചേരും, ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ, നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും എൻ പ്രാണനാഥനെ, ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാദനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല. ഞങ്ങളുടെ പ്രിയ യേശു കർത്താവേ, അങ്ങയെ കാണാനുള്ള കൊതിയുമായി അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നാളുകളായി ഞങ്ങൾ കാണുവാൻ കൊതിക്കുന്ന ആ പൊന്മുഖത്തെ വേഗത്തിൽ കാണുവാൻ, അങ്ങ് ഞങ്ങളെ ചേർക്കുവാൻ വേഗം വരുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങൾ കൊതിക്കുന്നു. അങ്ങുമായുള്ള യുഗായുഗമായ വാസത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാൾ ഞങ്ങളിപ്പോൾ അങ്ങയുടെ വരവ് കൊതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കൊതിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രത്യാശയെ ഞങ്ങളുടെ ഉള്ളത്തിൽ പകരണമേ. ഈ മൺകൂടാരം വിട്ട് ഞങ്ങൾ വിൻശരീരത്തോടെ പറന്നുയരുന്ന നാൾ ഞങ്ങൾ ആത്മകണ്ണുകളിൽ കാണുന്നു. ഈ ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാകാത്ത വലിയ സത്യം, അതിൻ്റെ വലിയ ആഴത്തെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ. അങ്ങയുടെ ജനത്തെ അതിനുവേണ്ടി ഒരുക്കണമേ. വീണ്ടും കർത്താവെ, അനേകരെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കണമേ. നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു.
ആ ആർദ്ര കരുണയാൽ വീണ്ടും ഞങ്ങളെ നടത്തണമേ. സകലമാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.